ദൈവം കോപത്തോട് കൂടെ ഹല്ലേലൂയ പ്രവർത്തിച്ചാൽ ഹല്ലേലൂയ നാം ആ ദൈവത്തിന്റെ മുന്നിൽ ഒന്നുമല്ലാതെയായി തീരും. എന്നാൽ ദാവീദ് തിരിച്ചറിഞ്ഞിട്ട് ദാവീദ് പറയുക, ദാവീദിന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തോട് നെരുപ്പ് പ്രാപിച്ചിട്ട് ദാവീദ് ദൈവത്തോട് വിളിച്ചു പറയുകയാണ്, യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ. സ്തോത്രം. അതുപോലെ തന്നെ പറയാം, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ. ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചാൽ, വീഴ്ചകൾ സംഭവിച്ചാൽ നാം ചെയ്യേണ്ടത് ഒരു നിരപ്പിന്റെ ഒരു അനുഭവം. ഹല്ലേലൂയ. തളർന്നിരിക്കുന്നു, ഹല്ലേലൂയ, ആമേൻ, എനിക്ക് കുറവുകൾ സംഭവിച്ചിരിക്കുന്നു, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. ആ ഒരു തുറന്ന നിലവിളി ഉണ്ടല്ലോ, ഹല്ലേലൂയ. ആ നിലവിളിയുടെ നടുവിൽ ദൈവത്തിന് മാറി ചിന്തിക്കാൻ കഴിയാതെ ആമേൻ നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി ദൈവം നമ്മോട് കരുണ കാണിക്കും. ദൈവം നമ്മോട് കരുണ കാണിക്കും. ദൈവം നമ്മോട് കരുണ കാണിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, പിന്നീട് നമ്മള് ആമേൻ ആ അവസ്ഥയിലല്ല നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് മാത്രം ലഭിച്ച ശക്തിയിൽ നാം ജീവിക്കും. ഹല്ലേലൂയ. കരുണയുണ്ടാകുമ്പോൾ ഹല്ലേലൂയ നമുക്കുണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാകുന്നത്? ഒരു ആശ്വാസം, അല്ലെ? നമ്മൾ ചില വ്യക്തികൾ നമ്മളോട് കരുണ കാണിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അല്ലെ? എന്നാൽ നമ്മെ സൃഷ്ടിച്ച വലിയവനായ ദൈവത്തിന്റെ മുന്നിൽ ഒരു കരുണ ലഭിക്കുമ്പോൾ ഹല്ലേലൂയ നാം എത്രത്തോളമാണ് ആമേൻ ആശ്വാസം കൈക്കൊള്ളുന്നത്, അല്ലെ? ഒരു വ്യക്തിക്ക് അറിയാം നമ്മൾ ചെയ്തു പോയ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ കുറവുകളും എന്താണ് നല്ലതുപോലെ അറിയാം. എന്നാൽ അതിന്മേലൊരു ദൈവം കരുണ കാണിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ആശ്വാസം, ഹല്ലേലൂയ, ഇന്ന് വരെ ചെയ്തു പോയ സകല കുറവിൽ നിന്നും ആമേൻ ഒരു വിടുതൽ ലഭിക്കുന്നു, സമാധാനം ലഭിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയുകയാണ്, യഹോവേ എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, കൈക്ക് ബലമില്ലാതെ പോകുന്നു, കാലിന് ബലമില്ലാതെ പോകുന്നു, നടക്കുവാൻ കഴിയാതെ വരുന്നു. ചില കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ സംഭവിച്ചു പോകുമ്പോൾ, തെറ്റുകൾ സംഭവിച്ചു പോകുമ്പോൾ പതറിപ്പോകുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? പതറിപ്പോകുന്നത്. ചില കയ്യബദ്ധങ്ങളൊക്കെ പറ്റുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് ഓർച്ച് ഭ്രമിച്ചു പോകുന്നത്. നിങ്ങളാരും ഭ്രമിച്ചിട്ടില്ല, അല്ലെ? ആമേൻ. പിള്ളേരൊന്നും വെട്ടിയരിച്ച് വല്ല കുഴിയിലേക്കൊക്കെ വീഴുമ്പോ നിങ്ങൾ ഒറ്റ കൂലക്കും ഉണ്ടായിട്ടില്ല, അല്ലെ? ഭ്രമിച്ചു പോകുന്ന അനുഭവം ഒന്നും വന്നിട്ടില്ല, അല്ലെ? എന്ത് ചെയ്യണം? ഒരു കയർ പോലെ എടുത്ത് പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആകെ ഭയം കൊണ്ട് വിറച്ചു പോകും. എന്നാൽ ഹല്ലേലൂയ ഇവിടെ ദാവീദ് ചില തെറ്റുകൾ തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ദാവീദ് പറയാ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്റെ അസ്ഥികൾ ഹല്ലേലൂയ ഭ്രമിച്ചിരിക്കുന്നു. ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് ഭാരപ്പെടുകയാ. ഹല്ലേലൂയ. ഇന്ന് 2026 ഈ കാലഘട്ടത്തില് ആമേൻ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് ഭാരപ്പെടുന്ന ദൈവമക്കളെ എത്രത്തോളം ഉണ്ടാകുമെന്ന് നോക്കിയാൽ വിരലുണ്ടാകുന്ന ആളുകൾ ഉണ്ടാകുള്ളൂ. ഹല്ലേലൂയ. പുതിയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോട്ടത്തില്, സംസാരത്തില്, പ്രവൃത്തിയില്, ചിന്തയില്, കൊടുക്കലില്, വാങ്ങലില് ഒക്കെ വേണം. എല്ലാത്തിലും ഒരു വിശുദ്ധിയുടെ അനുഭവം വേണം. പഴയ വിശുദ്ധന്മാരെ പോലെ അല്ല. നമുക്ക് എല്ലാത്തിലും നോട്ടം കൊണ്ടും സംസാരം കൊണ്ടും ചിന്ത കൊണ്ടും നമ്മൾ ചിന്തിച്ചാൽ മതി, ആ വ്യക്തിയോട് തെറ്റ് ചെയ്തതിന് തുല്യമായി തോന്നും. ആമേൻ. നമ്മളോട് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അതിൽ നമ്മൾ ചിന്ത മതി. സ്തോത്രം. ഇതിനെല്ലാം തിരിച്ചറിയുന്ന ഒരു അനുഭവം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ആമേൻ, ഒരു പുതിയ വിശ്വാസിയായ ഞാനും നിങ്ങളും ഇനി എത്രത്തോളം ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിച്ചാലാണ് നമ്മുടെ അസ്ഥികളെല്ലാം ബലപ്പെട്ടിരിക്കുക. സ്തോത്രം. നമ്മുടെ അസ്ഥികൾ എത്രത്തോളം ശക്തി പ്രാപിക്കാൻ പറ്റും. നമുക്ക് എന്റെ ദൈവത്തെ ഒന്ന് കരങ്ങളടിച്ച് ആരാധിക്കാൻ സ്തോത്രം ചെയ്യുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, എത്രത്തോളം ശക്തിയോടെ ഒരു ജയമെടുത്ത് എത്രത്തോളം ആരാധിക്കാൻ കഴിയും. നാം നമ്മോട് തന്നെ ശോധന ചെയ്യുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. പുതിയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഏത് ആത്മാവിനെയും തുളച്ചു ചെല്ലുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഈ ദൈവത്തിന്റെ വചനത്തിന് മുന്നിലാണ് നാം ഓരോരുത്തരും നിൽക്കുന്നത്. ഈ ദൈവത്തിന്റെ വചനത്തിന് മുന്നിലാണ് നാം ഓരോരുത്തരും നടക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിലേക്ക് മാറുമ്പോൾ ഹല്ലേലൂയ നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നമ്മുടെ അസ്ഥികളെല്ലാം ബലപ്പെട്ടിരിക്കും. ഭ്രമിച്ചിരിക്കുകയല്ല, ബലപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. തൊട്ട് താഴെ പറയുന്നു, ഹല്ലേലൂയ, എന്നെ സൗഖ്യമാക്കണമേ. ഒരു ദൈവത്തിന്റെ പൈതൽ ഹല്ലേലൂയ നിലവിളിക്കുമ്പോൾ അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവമുണ്ട്. ദൈവത്തിന്റെ വചനത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. രോഗത്തിന്റെ ഒരു അവസ്ഥയിൽ ഹല്ലേലൂയ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കും. അതല്ലേ? ദൈവത്തിന്റെ വചനം എവിടെ വരെ പ്രവർത്തിക്കും? പ്രാണനെയും ആത്മാവിനെയും സന്ധിവഞ്ചകളെയും വേർപിടിക്കും വരെ അവിടെ വരെ പ്രവർത്തിച്ച് അതിന്മേലെ ഒരു പ്രവൃത്തി ദൈവത്തിന് വെളിപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം ലഭിക്കും.
നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഹല്ലേലൂയ വേദനയോടെ സങ്കടപ്പെട്ട് പ്രാർത്ഥനയോടെ കടന്നു വന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ പൂർണ്ണ സന്തോഷം അനുഭവിച്ച് കടന്നു പോകുന്നത്, ഒരു വിടുതല് സൗഖ്യം ലഭിച്ച് കടന്നു പോകുന്നത് ദൈവത്തിന്റെ വചനത്തിന് മുന്നിൽ ഹല്ലേലൂയ വഴിഞ്ഞു പോകാത്ത രോഗബന്ധനങ്ങൾ ഒന്നുമില്ല. ഹല്ലേലൂയ. മറ്റേ ദേവാലയത്തിലെ പത്രോസും യോഹന്നാനും ചെന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു ജന്മനാല് മുടന്തനായ ഒരുവൻ അവനെന്താ നോക്കിയേ? കയ്യില് വല്ലതും ഉണ്ടോ നോക്കി. അപ്പോ പത്രോസ് എന്താ പറഞ്ഞേ? വെള്ളിയും പൊന്നൊന്നും ഞങ്ങളുടെ ഇല്ല, നീ ഞങ്ങളുടെ ഉള്ളത്. അവരോട് പത്രോസ് വേറൊരു കാര്യം പറഞ്ഞു. നീ എന്നെ നോക്കാൻ പറഞ്ഞില്ലേ? ഞങ്ങളെ നോക്കാൻ പറഞ്ഞില്ലേ? ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമക്കളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ ഒന്ന് നോക്കിയെന്ന് പറയാൻ ധൈര്യം ഉണ്ടോ നമുക്ക്? ഈ ഭ്രമിച്ചിരിക്കുകയാണെങ്കിലും മിണ്ടൂല. ഭ്രമിച്ചിരിക്കുന്ന വ്യക്തിക്ക് എന്നെ നോക്ക്, ഞാൻ കൊണ്ട് പ്രാർത്ഥിക്കാം, എന്നിലൂടെ കർത്താവ് നിന്നിൽ വെളിപ്പെടുമെന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടോ? പത്രോസ് ധൈര്യത്തോടെ പറയാം, ഞങ്ങളെ നോക്ക്, കർത്താവായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക എന്ന് പറയുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നു. ഇന്ന് അതുപോലെ നിൽക്കേണ്ട ദൈവമക്കളാ ഞാനും നിങ്ങളും. പത്രോസ് പറഞ്ഞ പോലെ തന്നെ എന്നെ ഒന്ന് നോക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ആ അനുഭവത്തിൽ കർത്താവ് വെളിപ്പെടണം. കർത്താവായ യേശുവിന്റെ സൗഖ്യം കടന്നു വരണം. ഇവിടെ ദാവീദ് നിലവിളിക്ക് എന്നെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിക്കുമ്പോൾ ഒരു പുതിയ വിശ്വാസിക്ക് വെളിപ്പെടപ്പെടണം. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. ഞാൻ ഒരു വ്യക്തിയെ നോക്കിയാൽ, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യം ലഭിക്കുമെന്ന് ഒരു ഉറപ്പ് വേണം ഒരു പുതിയ വിശ്വാസിക്ക്. ഇവിടെ ദാവീദ് നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ ഇതുപോലെ നമ്മളോട് എത്ര പേര് പ്രാർത്ഥന വിഷയങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുകയാണോ, ബലപ്പെട്ടിരിക്കുകയാണോ? ഭ്രമിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ആമേൻ ഒരു പ്രവൃത്തി നടക്കുകയില്ല. ബലപ്പെട്ടിരിക്കുകയാണെങ്കിൽ പത്രോസും യോഹന്നാനും പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ജന്മനാൽ ഒരു സാധ്യതയുമില്ലാത്ത കാര്യത്തിൽ ജന്മനാൽ മുടന്തനായവൻ അവരോടൊപ്പം നിൽക്കുന്നു. അവൻ യഹൂദന്മാരെ പേടിച്ചിട്ട് അവന്റെ അപ്പനും അമ്മയും പറഞ്ഞു, അവന് പ്രായമായതാണല്ലോ, അവരോട് തന്നെ ചോദിക്കുന്നത് എന്താ സംഭവിച്ചത്, ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത്? മഹാപുരോഹിതന്മാർക്ക് അറിയണം ഇത് ജന്മനാ തന്നെ ഉള്ളത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. ജന്മനാ തന്നെ ഉള്ളതാണെന്ന് ഉറപ്പുണ്ട്. അപ്പൊ ഇവർക്ക് അവര് ഭയപ്പെട്ടിട്ട് പറയാ, അവനോട് തന്നെ ചോദിക്കുന്നു. അവൻ ആ നടന്ന സംഭവം എല്ലാം മിണ്ടാതിരിക്കുകയാണോ ചെയ്തത്? എല്ലാവരും മരിച്ചു, ഘോഷിച്ചു. ആമേൻ ഹല്ലേലൂയ. ഒരു പുതിയ വിശ്വാസിയായി ഞാൻ നിങ്ങൾ തിരിച്ചറിഞ്ഞേ ഇന്ന് നമ്മൾ ഏതവസ്ഥയിലാണ് ജീവിക്കുന്നത്? ഹല്ലേലൂയ. നീ എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. നീയോ യഹോവേ എത്രത്തോളം ഈ പ്രാണൻ വരെ ഭ്രമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? പ്രാണൻ വരെ ഭ്രമിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ശരീരത്തിൽ പ്രാണൻ എവിടെ അടങ്ങിയിരിക്കുന്നത്? പ്രാണൻ എവിടെ അടങ്ങിയിരിക്കുന്നത്? പ്രാണൻ രക്തത്തില്. ഈ പ്രാണൻ ഭ്രമിച്ചിരിക്കുന്നത് പറയുമ്പോൾ ഒരു പുതിയ വിശ്വാസി മനസ്സിലാക്കിയേ എത്രത്തോളം ദൈവിക സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത്. പ്രാണനെ രക്ഷിച്ച ഒരു വലിയനായ ദൈവമുണ്ട്. എന്റെ പ്രാണനെ നമ്മൾ പ്രാർത്ഥിക്കും, സൃഷ്ടാവിൽ നമ്മുടെ പ്രാണനെ വരമേൽപ്പിക്കുന്നു. പത്രോസിന്റെ കാര്യത്തിൽ പറയുന്ന പോലെ ഹല്ലേലൂയ ആമേൻ. നമ്മൾ വലിയ തെറ്റിലും കുറ്റത്തിലും നിന്ന് വെച്ചത് വീഴാതെ പ്രാണനെ കർത്താവിന്റെ കരങ്ങളിൽ വരമേൽപ്പിക്കും. ഈ രക്തം ഹല്ലേലൂയ നമ്മുടെ പ്രാണനെ ഹല്ലേലൂയ എങ്ങനെയാ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് മാറ്റുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തമാണ്. ആ രക്തമാണ് നമ്മുടെ ജീവനെ നമ്മുടെ പ്രാണനെ വിലയേറിയതാക്കി മാറ്റിയത്. ഹല്ലേലൂയ. ആ വിലയേറിയ രക്തമാണ് നമ്മുടെ കടുചുമപ്പായ പാപത്തെ ഹിമം പോലെ വെളുപ്പിച്ച് നമ്മുടെ രക്തത്തെ ശുദ്ധീകരിച്ചു. പ്രാണൻ ഭ്രമിച്ചിരിക്കല്ല വേണ്ട, ധൈര്യപ്പെട്ടിരിക്കുക. കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധി. ആമേൻ. ആ ഒരു ധൈര്യമാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടത്. ഈ രക്തം തിളക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? രക്തം തിളക്കുക. ദേഷ്യം വരുമ്പോഴൊക്കെ ദേഷ്യം വരുമ്പോൾ ചിലരുടെ ഫേസ് ഒക്കെ ചുമക്കുന്ന കണ്ടിട്ടുണ്ടോ? ചിലരുടെ കണ്ണൊക്കെ മാറിപ്പോണം കണ്ടിട്ടുണ്ടോ? ഫേസുകളൊക്കെ മാറുമെന്ന് ചിന്തിച്ചോളണം. ഹല്ലേലൂയ.
ഉള്ളിലെ പ്രാണൻ ശുദ്ധീകരിച്ച ദൈവം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉള്ളിലെ പ്രാണൻ ദൈവം ശുദ്ധീകരിച്ചത. ആമേൻ, ഹല്ലേലൂയ. രക്തം കൊണ്ട് വില കൊടുത്ത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കർത്താവായ യേശു ക്രിസ്തു പാളയത്തിന് പുറത്ത് വെച്ച് എനിക്കും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. വഴിയെ പോകുന്നവർ തല ഒരുക്കി പരിഹസിച്ചു. എന്തിന്? എന്നെ നിങ്ങളെ ദൈവം ഓർത്തു. ഹല്ലേലൂയ. ആമേൻ. ഒരു നീചമായ മരണമാണ് കർത്താവിന് വേണ്ടി കർത്താവിന് ഒരുക്കിയത്. അത് അവൻ ഏറ്റെടുത്തു. മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്നും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ആ ദൈവത്തെ പരിഹസിക്കുന്ന ഒരു പ്രവൃത്തി പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഈ കേൾക്കുന്ന വചനം ഹല്ലേലൂയ, ആമേൻ, ഇന്ന് ഈ 2026 എത്ര പേര് ഏറ്റെടുക്കുന്നെന്ന് ചോദിച്ചാൽ അതുവരെ ദൈവത്തിന്റെ സന്നിധിയിലെ മറുപടി കിട്ടുള്ളൂ. അതുവരെ സ്തോത്രം. കാരണം അത്രയ്ക്ക് ഹല്ലേലൂയ, ആമേൻ, ആളുകളെല്ലാം അപ്ഡേറ്റ് ആയിരിക്കുക. ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും ഹല്ലേലൂയ. വചനത്തെ മുന്നിൽ ഒന്നും കീഴടങ്ങാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ, ആമേൻ. ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. 7 ദിവസമുണ്ട്. ഞാൻ പാർവതി ഓർത്ത് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. കാരണം ഞായറാഴ്ച ദിവസം ആ പകല് ഡ്യൂട്ടി റെഡിയാക്കി ആരാധന കഴിയുമ്പോൾ തന്നെ തിരക്ക് പിടിച്ചു പോകണം. അല്പനേരമെങ്കിലും ഒന്ന് സ്തോത്രം ചെയ്ത് സ്തുതിച്ച് മഹത്വപ്പെടുത്തി തൃപ്തിയോടെ പോവാൻ. സ്തോത്രം. ഞാൻ ഓർക്കുമ്പോൾ എല്ലാം കർത്താവിനോട് നന്ദി പറയുക. കാരണം ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തോത്രം പറയാൻ ഒരു മടിയും കാണിക്കരുത്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ, പലതിനു വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ എത്രത്തോളം സമയം ചെലവഴിക്കുന്നുണ്ട്. ആമേൻ. 6 ദിവസം നമുക്ക് വേല ചെയ്യാം, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുക. ആ സ്വസ്ഥമായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുന്ന ദൈവമക്കൾ എന്താണ് ചെയ്യുന്നത്? സ്തോത്രം. ആമേൻ. നമുക്ക് ജലദോഷം വന്ന മക്കളെ, നിങ്ങൾക്ക് ജലദോഷം പനിയും വന്നിട്ട് എത്ര ദിവസം സ്കൂൾ മുടക്കി വീട്ടിലിരുന്നു? അവിടെ തന്നെ മുതക്കൊക്കെ സ്കൂൾ മുടക്കി വീട്ടിൽ ഞാൻ സ്കൂളിൽ തന്നെ കൊണ്ടതാക്കി. എന്നിട്ട് സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചു, കൊച്ചിന് വയ്യാന്ന് പറഞ്ഞു. ഞാൻ എന്റെ കൊച്ചിന് വയ്യല്ല എന്നുള്ളത് എനിക്കറിയാം, കുഴപ്പമൊന്നുമില്ല ടീച്ചറിന്. ഒരു സമാധാനമില്ല ടീച്ചർമാർ. എന്നിട്ട് ഞാൻ 3:45 ചെന്നപ്പോ ക്ലാസ്സിന് പുറത്തിരിക്കുക. ഞാൻ ടീച്ചർമാരോട് നെറ്റിയിലൊന്ന് തൊട്ട് നോക്കൂ, പനിയുണ്ടോ നോക്കൂ. അവൾക്ക് വലിയ പനി. പിന്നെ നിങ്ങൾ എന്തിനാ 8ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചാ, അങ്ങനെ പിള്ളേര് പറയുമ്പോൾ ഒന്ന് പുറത്തിറക്കി വിടണ്ട. എനിക്കറിയാം പനി ഉണ്ടെങ്കിൽ. കൊച്ചിന്റെ സ്വരം കേട്ടാൽ മാറിയില്ല, എനിക്കറിയാം. ഞാനും വിടാതിരുന്നില്ല, സ്കൂളിൽ തന്നെ ഇരുത്തി. പിറ്റേ ദിവസം ഭംഗിയായിട്ട് സ്കൂളിൽ പോയി. പിന്നെ പനി ഇപ്പൊ തലേന് പനി ഒന്നും പറയില്ല. ആമേൻ. നോക്കണേ, നമ്മൾ പിള്ളേരെ വിടാതിരുന്നോ? പിള്ളേരെ വിടാതിരുന്നില്ല. പിള്ളേര് അത് കഴിഞ്ഞ് സ്കൂൾ നിർത്തി വന്നിട്ട് അവിടെ കളിക്കാൻ സൈക്കിളൊക്കെ ചവിട്ടാൻ പോയില്ലേ? സൈക്കിളൊക്കെ ചവിട്ടൊക്കെ ചെയ്തു. ആമേൻ. ഭക്ഷണം കഴിച്ചു, മറ്റുള്ള കാര്യങ്ങൾ, കിടന്നുറങ്ങുന്നത് ഫാനൊക്കെ ഇട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. ആമേൻ. ഞായറാഴ്ച ഒരു 2.5-3 മണിക്കൂറിന് വേണ്ടിയിട്ട് ഇന്ത്യയെ നഷ്ടപ്പെടുത്തി കളയുന്നത്. ഒരു 2-2.5 മണിക്കൂറിന് വേണ്ടി നമ്മൾ എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മര്യാദ? ഈ ഒരു കാര്യത്തിന് മാത്രം നമ്മൾ മാറ്റി വയ്ക്കുന്നു. ബാക്കിയുള്ള കാര്യത്തിനെല്ലാം സ്കൂളിൽ പോകുന്നു. മഴയാണെങ്കിലും ജലദോഷമാണെങ്കിലും മരുന്നൊക്കെ കൊടുത്ത് വിടുന്നു. ഞായറാഴ്ച ആകുമ്പോൾ പനിയാണെന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന മുടക്കുന്നത് എത്രത്തോളം ക്രിസ്തുവിനെ അപമാനിക്കുന്ന അത്ര. ഇനി അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഈ യഹോവയുടെ ദൈവത്തിന്റെ വായിലെ ശ്വാസമാണ് നാം ശ്വസിക്കുന്നത് എന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഈ വലിക്കുന്ന ശ്വാസം ദൈവത്തിന്റെ വായിലെ ശ്വാസമാണ്. ഇത് നാം സ്വീകരിച്ചിട്ട് ഈ ദൈവത്തോട് ഒരു നന്ദി പോലും പറയാൻ കഴിയാതെ ഞായറാഴ്ച ദിവസം അല്ലേ ദൈവത്തിന്റെ വായിലെ ശ്വാസം എന്ന് പറഞ്ഞ ആദാമിന് എവിടുന്ന ശ്വാസം കൊടുത്ത്? വായിലെ ശ്വാസം അല്ലെ, മൂക്കിലേക്ക് ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അന്ന് മുതൽ ദൈവം ആദാം എന്ത് ചെയ്തു? ശ്വാസം വലിക്കാൻ തുടങ്ങി. ആദാം തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റിന്റെ പരിണത ഫലമായി കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നു. കർത്താവ് യേശു ക്രിസ്തു 3-ാം മണി നേരത്ത് ആമേൻ ഹല്ലേലൂയ ആമേൻ പ്രാണനെ വിട്ടപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അന്ന് നമ്മള് നിത്യജീവൻ ശ്വസിക്കാൻ തുടങ്ങി എന്നുള്ളത്. ഈ ദൈവത്തെ എങ്ങനെ നമ്മൾ സ്തുതിക്കാതിരിക്കും? എന്ന് അന്ന് ആ 3-ാം മണി നേരത്ത് തന്റെ പ്രാണനെ വിട്ടപ്പോൾ, ആ ശ്വാസം അന്ന് നിലച്ചപ്പോൾ അന്നേരം ശ്വസിക്കാൻ തുടങ്ങി ദൈവമക്കള്. ശ്വാസം വലിക്കാൻ തുടങ്ങി, പുതുജീവൻ വലിക്കാൻ തുടങ്ങി. അല്ലേ? ക്രിസ്തു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ദൈവത്തിന്റെ പൈതലായി നിൽക്കുന്നത്? അല്ലെ? ഇന്നും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കല്ലേ? ആദാം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ദിവ്യ തേജസ് കർത്താവായ യേശു ക്രിസ്തു മാത്രം നമുക്ക് തിരികെ ലഭിക്കുക. അത്ര മഹത്വകരമായ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ മാറ്റി. ആമേൻ.
6 ദിവസം 5 ദിവസം ക്ലാസ്സിൽ മുടങ്ങാതെ പോകും, ഞായറാഴ്ച അന്ന് മുടങ്ങും. ഈ ഒരു അനുഭവം ഒരു പുതിയ വിശ്വാസി ദൈവത്തെ പരിഹസിക്കുക. ഇനി ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നാൽ നാം ദൈവത്തെ എങ്ങനെ ചെയ്തുകൊള്ളണം, എങ്ങനെ സ്തോത്രം പറഞ്ഞുകൊള്ളണം? പാസ്റ്റർ നിർബന്ധിച്ചിട്ടാണോ സ്തോത്രം പറയണ്ടേ? സ്തോത്രം പറയേണ്ടത് ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിലാണ് നിൽക്കുന്ന എന്നൊരു ഉത്തമ ബോധ്യത്തോടുകൂടെ, ആമേൻ, തുറന്ന മനസ്സോടുകൂടെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ നമുക്ക് ഏകാഗ്രത ഇല്ലാതെ പോകുന്നത് ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ ഒരു വിഷയത്തിന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മുടെ ചിന്ത എങ്ങനെ പോകുന്നേ? ഇങ്ങനൊരു വിവേചിക്കാനുള്ള ഒരു വരം ഒരു ദേവദാസന് കൊടുത്തിട്ടില്ലെങ്കിൽ ആ സഭയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് പറഞ്ഞെങ്കിലും മനസ്സിലാക്കാൻ. നമ്മൾ ആ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന വിഷയം പറയുമ്പോൾ തന്നെ ഞങ്ങൾ ചുമ്മാ ഇരുന്ന് സ്തോത്രം പറഞ്ഞ അനുഭവത്തിലേക്ക് മാറില്ലേ? മൗനമായിരിക്കല്ലേ? ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ ഒരൊറ്റ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിമിഷം നേരമുള്ള ചിന്തകൾ മാറി മാറി തലയിലേക്ക് കടന്നു. ശ്രദ്ധിച്ചോടണം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ രക്തം വിലകൊടുത്തുകൊണ്ട് മാത്രമാണ് ഇന്ന് പ്രാണനെയൊക്കെ ദൈവം സംരക്ഷിക്കുന്നത്. ആമേൻ. നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിലാണ്. ഇനി ജീവിക്കുന്നത് എന്നിലല്ല, ക്രിസ്തുവിലാണ് ജീവിക്കുന്ന ഒരു ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ അതിന്റെ 9ാമത്തെ വാക്യം വായിച്ചു. യഹോവയുടെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവയുടെ പ്രാർത്ഥന കൈക്കൊള്ളും. മതി. അതൊരു ഭക്തന്റെ ഒരു ഉറപ്പാണ്. ഒരു ഭക്തന്റെ ഉറപ്പാണ്. ആ ഉറപ്പ് നമുക്ക് വേണം കേട്ടോ. ആ ഒരു ഉറപ്പ് നമുക്ക് വേണം. സ്തോത്രം. നമ്മൾ വചനം പറഞ്ഞു, യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഉറപ്പിക്കാൻ പറ്റുമോ നമുക്ക്? ദൈവത്തിന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കള് നമ്മളെ എങ്ങനെയാണോ വളർത്തിയത്, എന്റെ അപ്പച്ചനും അമ്മച്ചിയും എന്നെ എങ്ങനെയാണോ വളർത്തിയത്, വളർന്നു വരുമ്പോൾ എങ്ങനെ ആ സ്വഭാവം ഉണ്ടാകും? എങ്ങനെയൊക്കെ പറഞ്ഞാലും പഴയ കാലത്തെ കാരണന്മാര് പറയും അല്ലെ, ഹല്ലേലൂയ, ആമേൻ, കുഞ്ഞുങ്ങളെ പഠിക്കേണ്ടോടത്ത് പഠിക്കണം, സ്നേഹിക്കേണ്ടോടത്ത് സ്നേഹിക്കണം, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നിടത്ത് വാങ്ങിക്കൊടുക്കണം. ഇതൊരു മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം. ഇതെല്ലാം നൽകി അവനെ നിത്യതയിലും കൂടെ എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഒരു ഉത്തരവാദിത്തം നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ നേടിയിരിക്കണം. നമുക്ക് ആ കുഞ്ഞിനെ ദൈവം തന്നത് ചുമ്മാ വളർത്തി എന്നെ കാണിച്ച് വലുതാക്കി വിടാനല്ല, അവനെ നിത്യതയിൽ ഉറപ്പിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കരങ്ങളിൽ ആ കുഞ്ഞിനെ കിട്ടുന്ന കാര്യം. മക്കളെ റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം, അവർക്ക് വേണ്ടതെല്ലാം നൽകി കൊടുക്കണം, അവരെ സ്നേഹിക്കണം. തെറ്റ് കണ്ടാൽ അതുപോലെ തന്നെ അടിക്കണം. കാരണം ആ കുഞ്ഞിന്റെ നോഹയുടെ അനുഭവത്തിലേക്ക് നോക്കിയാൽ നോഹ എന്തിനാ പെട്ടകം പണത്? കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ടല്ലേ നോഹ പെട്ടകം പണത്. ആ പെട്ടകത്തിൽ ഹല്ലേലൂയ കുടുംബം രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് ഈ ലോകമാം ഗംഭീരമായ വാരിധിയിലൂടെ നാം ഈ വിശ്വാസ ജീവിത യാത്രയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കുടുംബം അത് സുരക്ഷിതമായിരിക്കണം. ഒരു മാലിന്യം തട്ടാതെ. ആമേൻ. നമ്മുടെ പെട്ടകമൊക്കെ ഇടയ്ക്കൊക്കെ ശ്രദ്ധിച്ചോളണം. ഹോളൊക്കെ ഉണ്ടോ, എന്തെങ്കിലും പിശാച് എന്തെങ്കിലും കാറ്റൊക്കെ ഉള്ളിലേക്ക് ഇട്ട് നമ്മുടെ പെട്ടകത്തിന് ഹോളുണ്ടാക്കി മുക്കി കളയാത്ത രീതിയിൽ സ്തോത്രം ശ്രദ്ധിച്ചോളണം. ഇടയ്ക്കൊക്കെ ചെന്ന് പിള്ളേർ എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ആരാധിക്കുക, സ്തോത്രം ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഉറപ്പിച്ചോളണം, ഇവിടെ ദുഷ്ടന് ഒരു അധികാരമില്ല. ആ നോഹയുടെ മക്കളെ തൊടാനൊന്നും അവൻ അനുവദിച്ചോ? അവരൊക്കെ പെട്ടകത്തിൽ സുരക്ഷിതമായി സുരക്ഷിതമായി എത്തിച്ചേർന്നു. നമ്മുടെ ജീവിതത്തിലും അപ്രകാരമായിരിക്കണം. ഒരു സുരക്ഷിതമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കുടുംബത്തിൽ, സമൂഹത്തിൽ, ഹല്ലേലൂയ, ലോകത്തിന്റെ മാലിന്യം തട്ടാതെ നാം വളരെ കെയർഫുൾ ആയിരിക്കണം. അങ്ങനത്തെ ഇത് കടന്നു വരുമ്പോഴാണ് നമുക്ക് അഭിമാനത്തോടെ പറയാം, യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളും. നമുക്ക് എല്ലാവരും സ്വസ്ഥാനം ചെയ്ത് നിൽക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥന കൈക്കൊള്ളുന്ന ഒരു അനുഭവത്തിൽ